ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ബിലോ. ഇവിടെ നമുക്കൊരു ത്രികോണം തന്നിട്ടുണ്ട്. ഈ ത്രികോണത്തിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. എന്തൊക്കെയാണ് ത്രികോണത്തിൽ തന്നിരിക്കുന്നത്? സാധാരണ ഒരു ത്രികോണത്തെ പോലെ 3 വശങ്ങളുണ്ട്. അത് 2 വശങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്, 6 സെന്റിമീറ്റർ ആൻഡ് 4 സെന്റിമീറ്റർ. അവയ്ക്കിടയിലുള്ള ഒരു കോണും തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ഏരിയ. വി നോ ദാറ്റ് ഏരിയ ഇസ് ഈക്വൽ ടു half BH. Half BH. What is B? B means base. Here base is BC. താഴെയുള്ള വശം പാദമാണ് B എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ ആൻസർ കിട്ടി ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു ഹൈറ്റ് നമുക്കറിയില്ല. ഹൈറ്റ് കാണാനായിട്ട് ഒരു പെർപെൻഡിക്കുലർ നമ്മൾ എയിൽ നിന്ന് താഴേക്ക് വരയ്ക്കണം. ദിസ് ഈസ് ദ ഹൈറ്റ്. ഇത് നമ്മൾ സൈൻ ഉപയോഗിച്ചിട്ട് ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. ഇൻ ദിസ് ട്രയാങ്കിൾ, ഈ മട്ടത്രികോണത്തിൽ നമുക്ക് സൈൻ ഉപയോഗിച്ച്, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഹൈറ്റ് കിടക്കുന്നത്, ഹൈപ്പോട്ടനസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഡാറ്റ ഉപയോഗിച്ചിട്ട് നമുക്ക് സൈൻ ഉപയോഗിച്ചിട്ട് ഹൈറ്റ് കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഏരിയ ആയി. അത്രേ ഉള്ളൂ. ഓക്കെ. So first of all, area is equal to half BH, that is half into 6 into h. Okay. Then draw a perpendicular from A to here and mark it as h, height. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ട്രയാങ്കിളെ ബേസ് ചെയ്തിട്ടാണ്. According to this triangle, sin 50, അതായത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. എന്തുകൊണ്ടാണ് സാറേ സൈൻ എടുത്തത്, കോസ് എടുത്തൂടെ? അങ്ങനെയല്ല, നമുക്ക് ഈ 50 ഡിഗ്രിയുടെ നേരെ എതിരെ കിടക്കുന്ന വശമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓപ്പോസിറ്റ്. ക്ലിയർ? അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് കണ്ടുപിടിക്കണം. തന്നിരിക്കുന്നത് ഹൈപ്പോട്ടനസ്. ഹൈപ്പോട്ടനസ് ഓപ്പോസിറ്റ്. ഏതിൻ്റെ ഓപ്പോസിറ്റ്? നമുക്ക് തന്നിരിക്കുന്ന ആംഗിളിൻ്റെ. അപ്പോൾ ഓപ്പോസിറ്റ് ഹൈപ്പോട്ടനസ് തമ്മിൽ കണക്ട് ചെയ്യുന്നത് സൈനേ ഉള്ളൂ. അതുകൊണ്ട് അല്ലെ പിന്നെ കൊസീക്ക് ഉണ്ട്, സൈനാണ് നമുക്ക് മെയിനായിട്ട് എടുത്ത് ചെയ്യണം. ഓക്കെ. നമുക്ക് പഠിക്കാനുള്ളത് സൈൻ കോസ് ടാൻ മാത്രമായതുകൊണ്ട് സൈൻ എടുത്ത് ചെയ്യാം. ഓക്കെ. സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനസ്. നൗ ഓപ്പോസിറ്റ് ഇസ് എച്ച് ആൻഡ് ഹൈപ്പോട്ടനസ് 4. സോ എച്ച് ബൈ 4. ദെൻ 4 ഇങ്ങോട്ട് ഗുണിക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഹൈറ്റ് കിട്ടും. ഓക്കെ. സോ ഹൈറ്റ് ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു സൈൻ 50. ദെൻ സൈൻ 50യുടെ വാല്യൂ അറിയണം. സൈൻ 50യുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ടേബിൾ നോക്കുമ്പോൾ ഇറ്റ് ഈസ് 0.7660. ഓക്കെ. ദെൻ പുട്ട് ദാറ്റ് വാല്യൂ. 4 into 0.7660, the answer is 3.064. Then put the value here. ഇവിടെ നമ്മൾ കൊണ്ടു കൊടുക്കുക. half into 6 into 3.064. The answer is 9.19. ഓക്കെ. ഇനി ഈ ക്വസ്റ്റ്യൻ ചെറിയൊരു മാറ്റമുണ്ട്. മാറ്റം ഇതാണ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ബിലോ ഇഫ് ദ ആംഗിൾ ഇസ് 130. 50 ഡിഗ്രിക്ക് പകരം 130 ഡിഗ്രി ആണെങ്കിൽ പരപ്പളവ് എങ്ങനെ കണക്കാക്കും? അപ്പോൾ നമ്മൾ നോക്കിയേ, 50 ഡിഗ്രി ഇത്രയേ ഉള്ളൂ. 130 എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി തന്നെ ഏകദേശം ഇത്രയും വരും. 130 എന്ന് പറയുമ്പോൾ ഇത്തിരി നീളും. കണ്ടോ? ഏകദേശം ഈ അളവ് വരും. ഓക്കെ. എന്നിട്ട് ഇവിടെ നമ്മൾ ഇങ്ങോട്ട് യോജിപ്പിക്കണം. ഓക്കെ. സോ 130 ഡിഗ്രി ഏകദേശം ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ട്രയാങ്കിൾ ഷേപ്പ് തന്നെ മാറും. ഓക്കെ. ഇതുപോലെയാവും. എന്നിട്ട് അവിടെ നമ്മൾ നമുക്ക് വശങ്ങളിൽ വ്യത്യാസമില്ല, പക്ഷെ നമ്മൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിൽ വ്യത്യാസമുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കരുത്. മനസ്സിലായോ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരയ്ക്കണം. അതാണ് ഹൈറ്റ്. ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കാം. ക്ലിയർ? ദിസ് ഈസ് അവർ ഹൈറ്റ് ആൻഡ് ദിസ് ഫൈൻഡ് ദിസ് ആംഗിൾ. ഈ ആംഗിൾ നമുക്ക് കണ്ടെത്തണം. അത് 150ന് 130 കുറയ്ക്കാം. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 50. കാരണം രേഖീയ ജോഡി പ്രകാരം 2 വരകൾക്ക് തമ്മിലുള്ള ആംഗിൾ 150 ആയിരിക്കും. ഓക്കെ. ബാക്കിയെല്ലാം സെയിം. ദെൻ ഹൈറ്റ് ഇവിടുന്ന് കണ്ടെത്തുക. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ മട്ടത്രികോണമാണ്. കണ്ടോ? ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ ബേസ് ചെയ്യുമ്പോൾ നമ്മൾ 50 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എച്ച്, ഹൈപ്പോട്ടനസ് നമുക്ക് തന്നിരിക്കുന്നു. അതായത് നേരത്തെ ചെയ്തതുപോലെ തന്നെ, വേറെ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. ഓക്കെ. സോ ഏരിയ ഹാഫ് ഇൻറ്റു സൈൻ 50 എടുക്കുക. നേരത്തെ ചെയ്തതുപോലെ സൈൻ 50യുടെ വാല്യൂ 0.7660. അത് കൊടുക്കുക. 3.0. സെയിം ആൻസർ. ഓക്കെ. ഇപ്പോൾ വ്യത്യാസം ഇത്രയേ ഉള്ളൂ. 130 വരയ്ക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കരുത്, ഇപ്പുറത്തേക്ക് വരണം. കണ്ടോ? കാരണം നമുക്ക് മട്ടത്രികോണം വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല പെർപെൻഡിക്കുലർ ഇവിടുന്ന് താഴേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ത്രികോണത്തിന്റെ ഹൈറ്റ്. ബേസിൽ വ്യത്യാസമില്ല. ഓക്കെ. ക്ലിയർ? അപ്പോൾ ഇതിൽ നമുക്ക് ഒരു കാര്യം കൂടി മനസ്സിലാവും. അതായത് നമ്മൾ 50 വെച്ച് ചെയ്തപ്പോഴും 130 വെച്ച് ചെയ്തപ്പോഴും സെയിം ആൻസർ. അതായത് സൈൻ 50 ഡിഗ്രി ഇസ് ഈക്വൽ ടു സൈൻ 130 ഡിഗ്രി. ഉണ്ടോ? സൈൻ 50 ഡിഗ്രിയും സൈൻ 130 ഡിഗ്രിയും എന്താണ്? സെയിം ആണ്. അതായത് സൈൻ
50 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 180 മൈനസ് 130 ആണ്. കണ്ടോ? അപ്പോൾ സൈൻ 180 മൈനസ് എനി ആംഗിൾ ഈസ് ഈക്വൽ ടു എന്താണ്? അപ്പോൾ 130 എന്ന് പറയുന്നത്, അതുപോലെ തന്നെ 50 എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ആണ്. അതുപോലെ സൈൻ 130 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു സൈൻ 180 മൈനസ് 50. കണ്ടോ? സോ സൈൻ 130 is equal to sin 50. Sin 50 is equal to sin 130. Clear ആണോ? Okay. Then what is sin 180 minus 80? Sin 150 minus 80 എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്? സൈൻ 80 ഈക്വൽ ആണ്. മനസ്സിലായോ പറഞ്ഞത്? സൈൻ 80ന്റെ വിലയും സൈൻ 150 മൈനസ് 80, അതായത് സൈൻ 100ന്റെ വിലയും സെയിം ആണ്. Question number 1. Without drawing pictures or looking up the tables, arrange the numbers of the following in ascending order. പടം വരയ്ക്കാതെ, പട്ടിക നോക്കാതെ സൈൻ 1 ഡിഗ്രി, കോസ് 1 ഡിഗ്രി, സൈൻ 2 ഡിഗ്രി, കോസ് 2 ഡിഗ്രി എന്നീ സംഖ്യകളെ വലിപ്പക്രമത്തിൽ നമ്മൾ എഴുതണം. പട്ടിക നോക്കാൻ പാടില്ല, പടം വരയ്ക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് എന്തറിയണം? ഈ സൈൻ 1 ഡിഗ്രി എത്രയാണ്, കോസ് 1 ഡിഗ്രി എത്രയാണ്, സൈൻ 2 ഡിഗ്രി എത്രയാണ്, കോസ് 2 ഡിഗ്രി എത്രയാണെന്ന് അറിയാം. എങ്ങനെ അറിയും? പട്ടിക നോക്കിയാൽ, ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം സൈൻ 1 ഡിഗ്രി എത്രയാണ്, അത് കോസ് 1 ഡിഗ്രിനേക്കാളും ചെറുതാണോ വലുതാണോ. പക്ഷെ അങ്ങനെ ചെയ്യരുതെന്ന് ഇവിടെ പറഞ്ഞേക്കുന്നു. പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ നമുക്കൊരു ഐഡിയ വേണം. നമുക്ക് നിലവിൽ അറിയാവുന്നത്, നമുക്ക് 30 ഡിഗ്രിയുടെ വാല്യൂ അറിയാം, 60 ഡിഗ്രിയുടെ അറിയാം, 45 ഡിഗ്രിയുടെ അറിയാം. ഇത്രയും വാല്യൂസ് നമുക്ക് നിലവിൽ അറിയാവുന്നതാണ്. ആ അറിവ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഇത് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ലിസൺ. ഇതാണല്ലോ നമ്മുടെ 60-30 ഡിഗ്രിയുടെ ആംഗിൾ. നിങ്ങൾ കാണാപ്പടം പഠിക്കേണ്ടതാണ്. ഇപ്പോൾ വരയ്ക്കാൻ പാടില്ല, പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കിത് വരയ്ക്കാതെ ഇപ്പോൾ നിവൃത്തിയില്ല. അപ്പോൾ ഇതിനകത്ത് നിന്നും സൈൻ 60 ഡിഗ്രി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, ദാറ്റ് ഈസ് √3/2. ക്ലിയർ? അതുപോലെ ഞാൻ ചോദിക്കുകയാണ് കോസ് 30. കോസ് 30 എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും അഡ്ജസൻറ്റ്, സമീപവശം ബൈ ഹൈപ്പോട്ടനസ്. സമീപവശം എന്ന് പറഞ്ഞാൽ √3 ആണ്, √3/2. അപ്പോൾ നമ്മളൊരു പ്രത്യേകത കണ്ടു, സൈൻ 60 ഡിഗ്രിയും കോസ് 30 ഡിഗ്രിയും എന്താണ്? സെയിം. ഇത് നമുക്ക് പടം വരയ്ക്കാതെ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. സൈൻ 60 ഡിഗ്രിയും കോസ് 30 ഡിഗ്രിയും സെയിം. അപ്പോൾ ഞാനിങ്ങനെ എഴുതി സൈൻ 60 ഡിഗ്രി ഈക്വൽ ടു കോസ് 30 ഡിഗ്രി. ഇനി ഈ 60 ഡിഗ്രിക്ക് പകരം ഞാനിങ്ങനെ എഴുതാൻ 90 മൈനസ് 30. ക്ലിയർ? ഓക്കെ. സോ സൈൻ 90 മൈനസ് 30, 90ന് 30 കുറച്ച് 60 കിട്ടൂലേ? അപ്പോൾ 60ന് പകരം എന്ത് എഴുതി? 90 മൈനസ് 30 ഈക്വൽ ടു എന്താണ്? കോസ് 30. ഇവിടെ നിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു റിലേഷൻ നമുക്ക് കിട്ടും. സൈൻ 90ൽ നിന്ന് മൈനസ് 30 കുറയ്ക്കുമ്പോൾ അത് എന്തിന് ഈക്വലാണ്? കോസ് 30ന് ഈക്വലാണ്. കണ്ടോ? അതായത് ഇപ്പോൾ സൈൻ 90 മൈനസ് 70 ആണെന്ന് വിചാരിക്കും. അതെന്തിന് ഈക്വൽ ആയിരിക്കും? കോസ് 70ന് ഈക്വൽ ആയിരിക്കും. അതൊരു റിലേഷനാണ്. കണ്ടോ? ഇതിൽ നിന്ന് കിട്ടുന്ന റിലേഷനാണത്. എന്താണ്? സൈൻ 60 ഈക്വൽ ടു കോസ് 30. നമുക്ക് മനസ്സിലായി. ഈ 60 എന്ന് പറഞ്ഞാൽ എന്താ? അത് 90 മൈനസ് 30 ആണ്. 90 30 കുറച്ച് 60 കിട്ടില്ല, കിട്ടും. അപ്പോൾ സൈൻ 90 മൈനസ് 30 ഈക്വൽ ടു കോസ് 30. ഉണ്ടോ? അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ 60ന് പകരം 90 മൈനസ് 30 എഴുതി. അങ്ങനെയാണെങ്കിൽ സൈൻ 90 മൈനസ് 89 എത്രയായിരിക്കും? വെരി സിമ്പിൾ, കോസ് 89. ഉണ്ടോ? ഇവിടെ എന്താണോ നിങ്ങൾ കുറയ്ക്കുന്നത് അതിൻ്റെ കൂടെ കോസ് എഴുതിയാൽ മതി. അങ്ങനെയാണെങ്കിൽ സൈൻ 90 മൈനസ് 89 എത്രയാ? ദാറ്റ് ഈസ് 1 ഡിഗ്രി. 90 മൈനസ് 89 ഈക്വൽ ടു 1. ദാറ്റ് ഈസ് സൈൻ 1 ഡിഗ്രി ഈക്വൽ ടു കോസ് 89 ഡിഗ്രി. ഓക്കെ. സിമിലാർലി സൈൻ 90 മൈനസ് 88 കോസ് 88 ഈക്വലാണ്. 90 മൈനസ് 88 എത്രയാണ്? സൈൻ 2. 90 മൈനസ് 88 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ സൈൻ 2 ഡിഗ്രി ഈക്വൽ ടു കോസ് 88. സിമിലാർലി സൈൻ 90 മൈനസ് 1 ഈക്വൽ ടു കോസ് 1. 90 മൈനസ് 1 എത്രയാണ്? സൈൻ 89 കോസ് 1. സിമിലാർലി സൈൻ 90 മൈനസ് 2 എന്ന് പറഞ്ഞാൽ കോസ് 2 ഈക്വലാണ്. ഇവിടെ ഈ ലാസ്റ്റ് വരുന്നതിൻ്റെ കൂടെ കോസ് എഴുതിയാൽ മതി. അപ്പോൾ 90 മൈനസ് 2 എത്രയാണ്? സൈൻ 88. അപ്പോൾ സൈൻ 88 ഈക്വൽ ടു കോസ് 2 ഡിഗ്രി. ക്ലിയർ? ഓക്കെ. ദെൻ ഈ ട്രയാങ്കിൾ നോക്കാം. ഇപ്പോൾ ഈ ട്രയാങ്കിളിൽ √3, ഇതിൻ്റെ നീളത്തിന് √3 എന്ന് പറയുമ്പോൾ ഇവിടെ 1 ആണ്. 1നേക്കാളും കുറച്ചും കൂടി ദൂരം കൂടുതൽ, 1.732. നമ്മളിത് ഇങ്ങോട്ടാക്കി കഴിയുമ്പോൾ ഇതിങ്ങനെ കറങ്ങി ഇവിടെ എത്തിക്കഴിയുമ്പോൾ ദാറ്റ് ഈസ് 45 ഡിഗ്രി.
ക്ലിയർ? ഓക്കെ, ഇത് കുറച്ചും കൂടി ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ എത്രയാണ്? 30 ഡിഗ്രി. ക്ലിയർ? ഇനി ഈ വര നേരെ ഇതിൻ്റെ മീതെ വരുമ്പോഴാണ് അവിടെ എന്ത് ഒട്ടും ഡിഗ്രി ഇല്ല, 0 ഡിഗ്രി. ക്ലിയർ? പക്ഷെ അപ്പോൾ ഇവിടെ ഈ 1 എന്നുള്ളത് മാറുന്നുണ്ടോ? ഇല്ല. ക്ലിയർ? അപ്പോൾ അങ്ങനെയുള്ള ഒരു കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വലുതാക്കി വരച്ചിരിക്കുകയാണ്. ഈ വര 1, ഹൈപ്പോട്ടനസ് 1. കാരണം ഹൈപ്പോട്ടനസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് ഈ വരയ്ക്ക് തുല്യമായിട്ട് വരും. ക്ലിയർ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ വര നമ്മൾ പൊക്കിയെടുത്തതിൻ്റെ മീതെ കൊണ്ടെന്ന് വെച്ചു. അപ്പോൾ ഇവർ തമ്മിലുള്ള ആംഗിൾ എത്ര കിട്ടി? 0 ഡിഗ്രി. ഇവിടെ ഓൾറെഡി ഹൈപ്പോട്ടനസ് ഇതാണ്. അപ്പോൾ ഇവിടെ എത്ര ഡിഗ്രി ഉണ്ട്? 90 ഡിഗ്രി. ആൻഡ് വി നോ ദാറ്റ് 3 ആംഗിളോട് കൂട്ടുമ്പോൾ ഇത് ഇടണം 90 പ്ലസ് 90 പ്ലസ് ഈ 3 ആംഗിൾ കൂട്ടുമ്പോൾ 150 കിട്ടണം. അപ്പോൾ ഇവിടെ ഓൾറെഡി 0 ആയതുകൊണ്ട് ഇതെന്തായിരിക്കും? ഇതും 90. ക്ലിയർ? ഇനിയാണ് നമ്മുടെ തിയറി. നമുക്കിവിടെ നിന്നും 0 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്താണ്? ഈ സൈഡ് ശരിക്കും മെഷർമെൻ്റ് ഇല്ല. കാരണം ഈ എ ബി എന്ന് പറഞ്ഞ ഇത് മീതെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ സൈഡ് ഇല്ല. ആ സൈഡ് നമ്മൾ 0 എന്ന് എടുക്കാം. ഈ ബി സി എന്ന് പറഞ്ഞ സൈഡ് അത് 1 ആണ്. അതുപോലെ ബി എ ഹൈപ്പോട്ടനസ് അത് 1. ക്ലിയർ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നിന്ന് ഈ വരെ നമ്മൾ പൊക്കിയെടുത്ത് ഇതിൻ്റെ മീതെ വെക്കുകയാണ്. അപ്പോൾ ഈ എയും സിയും തമ്മിൽ ഡിസ്റ്റൻസ് ഇല്ല. നമുക്ക് 0 ആയിട്ട് എടുക്കാം. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചെറിയൊരു ഡിസ്റ്റൻസ് കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ സൈൻ നോക്കിയാൽ സൈൻ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്, ദാറ്റ് ഈസ് 0/1 ഇസ് ഈക്വൽ ടു 0. ക്ലിയർ? സൈൻ 0 ഇസ് ഈക്വൽ ടു 0. അതുപോലെ നമ്മളിവിടെ 90 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. കാരണം 90 ഡിഗ്രി ആണല്ലോ. കാരണം ഈ ഹൈപ്പോട്ടനസിൻ്റെ ഓപ്പോസിറ്റ് 90 ഡിഗ്രിയാണ്. നമ്മുടെ ഹൈപ്പോട്ടനസിൻ്റെ മട്ടത്രികോണത്തിൻ്റെ 90 ഡിഗ്രിയാണ്. ഇവിടെ 0 ആണെങ്കിൽ പിന്നെ ഈ രണ്ട് ആംഗിളും കൂട്ടുമ്പോൾ 180 ഇടണം. അപ്പോൾ ഇത് 90 ഡിഗ്രി. സപ്പോസ് ദിസ് ഇസ് 90 ഡിഗ്രി. അങ്ങനെ നിങ്ങൾ വിചാരിക്കണം, അതായത് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഈ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 1, ഹൈപ്പോട്ടനസ് എന്ത് തന്നെ 1. അപ്പോൾ അതായത് സൈൻ 90 നമ്മൾ കാണുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഈക്വൽ ടു 1/1 ഇസ് ഈക്വൽ ടു 1. ഓക്കെ, നിങ്ങളുടെ SSLC ലെവലിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരാനേ പറ്റുള്ളൂ. ഹയർ സ്റ്റഡീസിലൊക്കെ ആണെങ്കിൽ നമുക്ക് വേറെ മെത്തേഡൊക്കെ ഉണ്ട്. അപ്പോൾ തൽക്കാലം നമ്മൾ ഇത്ര മനസ്സിലാക്കുക. അതായത് സൈൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്, അത് 0 ആണ്, വാല്യൂ 0 ആണ്. സൈൻ 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് 1/1, അത് 1 ആണ്. അപ്പോൾ ഇതിനൊരു കാര്യം മനസ്സിലായി. സൈൻ്റെ വില 0-ൽ നിന്നും 90-ലേക്ക് എത്തുമ്പോൾ 0-ൽ നിന്ന് 1-ലേക്ക് എത്തുന്നു. അതായത് സൈൻ 0 ഡിഗ്രിയിൽ നിന്നും സൈൻ 90 ഡിഗ്രിയിലേക്ക് വരുമ്പോൾ 0-ൽ നിന്നും 1-ലേക്ക് ഇൻക്രീസ് ചെയ്യുന്നു. അതായത് സൈൻ 1 ഡിഗ്രി നമ്മൾ പറഞ്ഞാൽ സൈൻ 1 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 0 ഡിഗ്രിനേക്കാളും വലുതാണ്. ഇങ്ങനെ കൂടി ലാസ്റ്റ് സൈൻ 90 ഡിഗ്രി വരുമ്പോൾ വാല്യൂ എത്രയാവുന്നു? 1 ഡിഗ്രി ആവും. ക്ലിയർ ആണോ? അതായത് സൈൻ 0 ചെറുതാണ് സൈൻ 1 ഡിഗ്രിനേക്കാൾ. ഓക്കെ, അതിലും ചെറുതാണ് 2 ഡിഗ്രി, ചെറുതാണ് 3 ഡിഗ്രി. കണ്ടോ? അങ്ങനെ ഏറ്റവും വലുത് എത്രയാണ്? 90 ഡിഗ്രി. ക്ലിയർ? 90 ഡിഗ്രിയിലാണ് ഏറ്റവും വലുത്. സൈൻ 0 സൈൻ 90 ഡിഗ്രി എത്രയാണ്? 1 ആണ്. അപ്പോൾ 0-ൽ നിന്ന് വാല്യൂ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് എന്തിലേക്ക് എത്തുന്നു? 1-ലേക്ക് എത്തുന്നു. ക്ലിയർ? നമുക്ക് ഇങ്ങനെ ഒരു ഓർഡർ കണ്ടെത്താം. സൈൻ 0, സൈൻ 1, സൈൻ 2, 3 അങ്ങനെ 90 വരെ. അപ്പോൾ 90 വരെ തൊട്ട് 90 മുന്നേ എന്താ? സൈൻ 89, സൈൻ 88. ഓക്കെ, ക്ലിയർ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്കിത് വേണ്ട, ഇതും വേണ്ട. ഈ സൈൻ 88 എന്ന് പറഞ്ഞാൽ എത്രയാണ്? സൈൻ 88 ഇസ് ഈക്വൽ ടു കോസ് 2 ഡിഗ്രി. അപ്പോൾ ഈ 88ൻ്റെ സ്ഥലത്ത് നിങ്ങൾ കോസ് 2 ഡിഗ്രി എഴുതുക. സൈൻ 89 എത്രയാണ്? സൈൻ 89 കോസ് 1 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. എങ്ങനെ? സൈൻ 0, സൈൻ 1, സൈൻ 2, സൈൻ 88-ന് പകരം കോസ് 2 എന്ന് എഴുതാം. സൈൻ 89-ന് പകരം കോസ് 1 എന്ന് എഴുതാം. സോ നമ്മുടെ ആൻസറായി. നമ്മുടെ ചോദ്യം അതായിരുന്നു. ചോദ്യം ഇതും ഈ 4 ഓർഡറിൽ എഴുതാനാണ്, കൂടി വരുന്ന ക്രമത്തിൽ. ഇപ്പോൾ ഓൾറെഡി ഓർഡർ ആയിക്കഴിഞ്ഞു. ഓക്കെ, സോ ദിസ് ഈസ് അവർ ആൻസർ. ക്ലിയർ?